ഹലോ, വെൽക്കം ടു ഷിനു മാത്തെ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മുടെ ടോപ്പിക്ക് എങ്ങനെ UAE-യിൽ ജോലി കിട്ടാം. സോ അതിനായിട്ടുള്ള ടിപ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ടിപ്പ് നമ്പർ 1, നിങ്ങൾ UAE-യിൽ വിസിറ്റ് വിസയിൽ ജോലി നോക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിൽ സമ്മർ സീസണിൽ കഴിവതും വരാതിരിക്കുക. ആഫ്റ്റർ ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ജോബ് വേക്കൻസീസ് കൂടുതലായിരിക്കും, അതിനുള്ള ചാൻസ് അല്ലെങ്കിൽ സാധ്യത കൂടുതലായിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, നിങ്ങളൊരു ടീച്ചിങ് ഫീൽഡാണ് നോക്കുന്നതെങ്കിൽ സമ്മർ സീസണിൽ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരുക. കാരണം ഇവിടെ ടീച്ചേഴ്സിൻ്റെ വേക്കൻസീസ് വരുന്നത് സമ്മർ വെക്കേഷനിലാണ്. ടീച്ചേഴ്സിൻ്റെ വേക്കൻസി. ടിപ്പ് നമ്പർ 2, നിങ്ങൾ ഓൾമോസ്റ്റ് റെഡിയാണ്, ഓൾമോസ്റ്റ് പ്ലാൻ ചെയ്തു ഇവിടെ UAE-യിൽ വിസിറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ കോഴ്സ് സർട്ടിഫിക്കറ്റ് നാട്ടിൽ തന്നെ ഏജൻസിയിൽ അറ്റസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഈ രണ്ട് അറ്റസ്റ്റേഷനും മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യുക. കാരണം ഇവിടെ വരുമ്പോൾ നിങ്ങളുടെ ID കാർഡ്, നിങ്ങളുടെ എമിറേറ്റ്സ് IDയിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ കാണിക്കുന്നത്, നിങ്ങളുടെ പ്രൊഫഷണൽ ഡെസിഗ്നേഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ടിപ്പ് നമ്പർ 3, നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യുക. പ്രൊഫഷണൽ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ആരുടെയെങ്കിലും ഹെൽപ്പോട് കൂടെ നിങ്ങളുടെ CV നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക, അതിൽ മൊബൈൽ നമ്പറും അഡ്രസ്സും UAE ബേസ്ഡ് ആയിട്ട് കൊടുക്കണം. UAE നമ്പർ ആൻഡ് UAE അഡ്രസ്സ് ആയിരിക്കണം അതിൽ. ടിപ്പ് നമ്പർ 4, നിങ്ങൾ നാട്ടിൽ നിന്ന് വന്നതിന് ഒരു 1 വീക്ക് മുന്നേ നിങ്ങളുടെ CV, അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV നിങ്ങൾക്ക് പറ്റിയ ഫീൽഡിലെ കമ്പനീസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിലേക്കുള്ള വാട്സാപ്പിലും ഇമെയിലിലും അയച്ചുകൊണ്ടേയിരിക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു ടൈം സ്കെഡ്യൂൾ ചെയ്യുക. UAE ടൈം 8:30 to 9:30. ഈ ഒരു ടൈമാണ് യൂഷ്വലി ഇവിടെ എല്ലാവരും ഫോളോ ചെയ്ത് പോകുന്നത്. വേറെ ടൈം ഫോളോ ചെയ്ത് പോകുന്നവരുണ്ടാവാം, ബട്ട് ഈ ഒരു ടൈമിങ് ആണ് പൊതുവെ കോമൺ ആയിട്ട് ഇവിടെ ഫോളോ ചെയ്യണത്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത്, അതായത് ഓഫീസ് ടൈം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇമെയിൽ പോപ്പപ്പ് ചെയ്ത് നിൽക്കും, അല്ലെങ്കിൽ അത് അവർ ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഈ ഒരു ടൈം 8:30 to 9:30 UAE ടൈം സ്കെഡ്യൂൾ ചെയ്തിട്ട് വേണം നിങ്ങൾ CV. ടിപ്പ് നമ്പർ 5, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ സ്കാം കോൾസ് ഒരുപാടുണ്ടാവും. അതായത് നിങ്ങളുടെ CV ഒരുപാട് വെബ്സൈറ്റ്, ഇമെയിൽ IDസിലേക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങളുടെ നമ്പർ ഈസിലി അവർക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇൻ്റർവ്യൂ കോൾസിനായിട്ട് സ്കാം കോൾസ്, അതായത് നമുക്കറിയാൻ പറ്റില്ല ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമ്പനിയിലെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ചോദിക്കുക. ആ കമ്പനിയിലെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മൾ ചോദിക്കുക. അതിനുശേഷം നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പോട് കൂടെ നമ്മൾ അന്വേഷിക്കുക. ഗൂഗിളിൽ ഫസ്റ്റ് നോക്കുക, ഇങ്ങനെ ഒരു കമ്പനി ഉള്ളതാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ നോക്കുക, റിവ്യൂസ് നോക്കുക. കൂടാതെ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ ആയിട്ട് ഒറ്റയ്ക്ക് പോവരുത്. ആരെങ്കിലും കൂടെ ചെന്ന് ഇന്ന കമ്പനി ഉള്ളതാണോ, ഇതൊരു നല്ല കമ്പനിയാണോ എന്നുള്ളത് അന്വേഷിച്ചിട്ട് മാത്രം ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് പോവുക. ടിപ്പ് നമ്പർ 6, ഇൻ കേസ് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കിട്ടി, അത് സെലക്റ്റായി, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. ഈ ഓഫർ ലെറ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. വേർബലി പറയുന്നത് ആരെയും വിശ്വസിക്കരുത്. ഓഫർ ലെറ്ററിൽ എന്താണോ അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. ടിപ്പ് നമ്പർ 7, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്രാർത്ഥിക്കുക. ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുക. ദൈവാനുഗ്രഹം നമ്മൾക്കുണ്ടെങ്കിലേ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാം. എല്ലാവരെയും കാണിച്ച് പ്രാർത്ഥിക്കണം എന്നൊന്നുമില്ല. സോ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നമുക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രാർത്ഥന കൂടാണ്ട് വേറൊരു ഫാക്ടറാണ് ലക്ക്. ഈ ലക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളത് ആയിരിക്കത്തില്ല. ചിലർക്ക് ഫോർ എക്സാമ്പിൾ ചിലർക്ക് വരുമ്പോൾ തന്നെ ജോലി കിട്ടാം, അതൊരു ലക്ക് ഫാക്ടറാണ്. ചിലർക്ക് ഒരു 6-7 മാസം കഴിഞ്ഞും വിസിറ്റിൽ ഇവിടെ നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഞാൻ ഈ വീഡിയോയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മിസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ.
And for more videos, please do like, share and subscribe. Thank you. Bye.